hello, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്യൂൻ അലക്സാൻഡ്ര. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ സംഭവം കാണുമ്പോൾ ചിലർക്കൊക്കെ മനസ്സിലാവും എന്തിൻ്റെ ആയിരിക്കും എന്നുള്ളത്. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ വെക്കുന്ന ഒരു ബോ പോലത്തെ സംഭവമാണിത്. അപ്പം ഇന്ന് ഞാൻ ഇതൊക്കെ വെച്ച് വന്നേക്കുന്ന എന്തിനെന്ന് വെച്ചാൽ വേറെ ഒന്നിനുമല്ല, ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിൻ കെയർ ഒരു ടിപ്സാണ് കാണിക്കാൻ പോകുന്നത്. സ്കിൻ കെയറിനെ പറ്റി നല്ല ഗ്രാഹ്യമുള്ളവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട്, ഒരു ABCD പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. പണ്ട് സ്കിൻ കെയർ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത്. പണ്ടൊന്നും അങ്ങനെ മുന്നേ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ അതിനുശേഷം ചെയ്തപ്പോൾ എൻ്റെ സ്കിന്നിന് നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു പഴയ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. ഇപ്പം വിത്തൗട്ട് മേക്കപ്പാണ്. ഇപ്പം ഞാൻ സ്കിന്നിലൊന്നും മേക്കപ്പ് എന്ന് പറഞ്ഞത് സ്കിന്നിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആയിട്ട് ഫേസ് കഴുകി വാഷ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ ടിപ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ എപ്പോൾ ഞാൻ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് വീഡിയോയിലോട്ട് പോകാം. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക്, ബിഗിനേഴ്സ് എന്ന് പറഞ്ഞാൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്, സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാനും അതുപോലെ ആയിരുന്ന ഒരാളായതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. സ്കിൻ കെയർ നല്ല രീതിക്കൊക്കെ ചെയ്യുന്നവരുണ്ട്. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയാവുന്നവർ വീഡിയോ കാണണമെന്നില്ല. എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഭയങ്കര ഗ്രാഹ്യമുള്ളവരും അതിൽ ഭയങ്കര അറിവുള്ളവരൊന്നും ഈ വീഡിയോ കാണണമെന്നില്ല, സ്കിപ്പ് ചെയ്ത് പോയാൽ മതി. അല്ലാതെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തവർ, അല്ലെങ്കിൽ ഒന്നും അറിയാത്തവർ, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഒരു പിടിയും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കുറച്ച് പ്രോഡക്റ്റുകൾ, അങ്ങനെ ഒരുപാടൊന്നും വേണ്ട, ഒരു മൂന്നാല് പ്രോഡക്റ്റുകൾ മതിയാവും. അതൊക്കെ ഭയങ്കര പിന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നും അല്ല. അത്യാവശ്യം നമുക്ക് താങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ താങ്ങാൻ പറ്റുന്ന വിലയുള്ള സാധനങ്ങളാണ്. ഞാൻ അങ്ങനെയുള്ളത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ വേണം. നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ, ഇവിടെ ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, വെട്ടക്കുറവുണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര ചൂടും വെയിലും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും ആ ഒരു ഇതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കറുത്ത് കരിവാളിച്ചൊക്കെ ഇരിക്കും. നമ്മൾ ഒന്നും ചെയ്യാത്തതാണെങ്കിൽ അങ്ങനെ ഇരിക്കും. ഞാൻ ഇതുപോലെ സ്കിൻ കെയർ ടിപ്സൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഫേസിന് കുറച്ചെങ്കിലും മാറ്റം ഉണ്ടായി തുടങ്ങിയത്. അതിന് മുന്നേ എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. പഴയ ഒരു ഫോട്ടോ ഞാൻ എവിടെയെങ്കിലും കൊടുത്തേക്കാം, അപ്പം നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ഭയങ്കര ഡാർക്കായിട്ടിരിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കരമായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്തെന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് നിറം വയ്ക്കുമെന്നോ അങ്ങ് ഭയങ്കര അങ്ങ് വെളുത്തിതാവുമെന്നൊന്നും അല്ല. അത്യാവശ്യം നമുക്കുള്ള നമുക്കിപ്പം ജന്മന ഉള്ള ഒരു ഇത് കാണുമല്ലോ, ഫേസിനൊരു ഇത് കാണുമല്ലോ, നിറം കാണുമല്ലോ. അപ്പം ഇത് നമ്മൾ ഈ സൂര്യപ്രകാശത്തിലും അതിലും ഇതൊക്കെ തട്ടിയിട്ടാണ് നമ്മുടെ ഫേസ് ഡള്ളായി പോണതും ഡാർക്കായി പോണതൊക്കെ അതുകൊണ്ടാണ്. അപ്പം അതൊക്കെ മാറ്റി നമ്മുടെ ഉള്ള നിറം അല്ലെങ്കിൽ ഉള്ള വെട്ടം കുറച്ചൊന്ന് ഇത് ചെയ്യാനും നിറത്തിന് കുറച്ചുകൂടി ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഈ സ്കിൻ കെയർ ടിപ്സൊക്കെ ചെയ്യുമ്പോൾ, സ്കിൻ കെയർ ടിപ്സ് എന്ന് പറയാൻ അപ്പം അതിൻ്റെ ഒരു ബേസിക്കാണ്, ഒരു അടിസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇതും കൂടെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇത് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ സ്കിന്നിൽ എന്തൊക്കെ അപ്ലൈ ചെയ്തിട്ടും കാര്യമുള്ളൂ. വീഡിയോ ഫുള്ള് കാണുക, കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കാണും.
ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് വീഡിയോ ഇടുന്നത്, അല്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അല്ല, മുന്നേ ഒരു ഹെയർ കെയറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇതുപോലെ തന്നെ ഞാൻ ചെയ്ത് റിസൾട്ട് ഉള്ളതാണ് ഞാൻ വീഡിയോ ആക്കി ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞ് ഷെയർ ചെയ്ത് നിങ്ങളുടെ അടുത്തും. അതുപോലെ തന്നെയാണ് ഈ കാര്യം. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പം റീസെൻ്റ്ലി ഞാൻ FB-യിലും ഇൻസ്റ്റയിലും പിന്നെ ഞാൻ യൂട്യൂബിലും ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റീല് പോലത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ ഇൻസ്റ്റയിൽ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു, പേഴ്സണലി എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്, നീ എന്ത് ടിപ്പാണ് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തത്, നിൻ്റെ മുഖത്ത് ഫേസിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ, പഴയതിനെ പോലെയല്ല ഇപ്പോഴും നല്ല വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്, എന്ത് ടിപ്പാണ് നീ ചെയ്തത്, എനിക്കും കൂടെ പറഞ്ഞു തരുമോ? അവരുടെ മെസ്സേജ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ ഓക്കെ ഇതുപോലെ ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെയുള്ള പെൺകുട്ടികൾ, അല്ലെങ്കിൽ പലരും ഗേൾസും ലേഡീസും ഒക്കെ ഇതിനെപ്പറ്റി അറിയാത്തവർ പലരും ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അവർക്കും കൂടി ഉപകാരപ്രദമാകും എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നതും. അല്ലാതെ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് മേടിച്ചതോ ഒന്നും അല്ല. യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതൊന്നും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ള സാധനമുള്ള, ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ മിനിമം ബഡ്ജറ്റിലൊക്കെ ഉള്ള, അല്ലെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റിലുള്ള സാധനങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുള്ളതും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും. പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കൂടി ഞാൻ കാണിച്ചു തരാം. പക്ഷേ അത് തന്നെ നിങ്ങൾ സെയിം യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പും ടെക്സ്ചറൊക്കെ വ്യത്യാസമാണ്. ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളവരുണ്ട്, ഡ്രൈ ഉള്ളവരുണ്ട്, ഇതിൻ്റെ രണ്ടിലെ ഇടയിൽ നിൽക്കുന്നവരുണ്ട്. അപ്പം അവരുടെ ഫേസിനുമൊക്കെ മാച്ചായിട്ടുള്ള രീതിയിലുള്ളത് വേണം നിങ്ങൾ മേടിക്കാനായിട്ട്. അപ്പം ഈ സൺസ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് യൂസ് ചെയ്യുന്നത് ഓയിലി സ്കിൻ ടൈപ്പുകളൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പം എൻ്റെത് ഇടയ്ക്ക് ഇപ്പം ഈ പറഞ്ഞ ഓയിലി സ്കിന്നും ഡ്രൈ സ്കിന്നിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഇതാണ് എൻ്റെത്. അപ്പം എനിക്ക് ഞാൻ ഇത് വരുന്നത് എനിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഫേസിന് വലിയ പ്രശ്നമൊന്നും വരാറില്ല. അപ്പം ആദ്യം നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ സൺസ്ക്രീൻ മോയ്സ്ചറൈസറൊക്കെ മേടിക്കുമ്പോൾ ഒരെണ്ണം മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതെന്തെങ്കിലും മുഖക്കുരു, അല്ലെങ്കിൽ എന്തെങ്കിലും മുഖത്ത് ചൊറിച്ചിലോ അലർജി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേറെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. വേറെ പ്രശ്നമൊന്നും വരത്തില്ലെന്നാണ് എനിക്ക് തോന്നി. എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വന്നില്ല. എനിക്ക് അതുപോലെ ഞാൻ ചെയ്യുന്നത് തന്നെ ഞാൻ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ തന്നെ നിങ്ങൾ മേടിക്കണമെന്നോ യൂസ് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് അനുയോജ്യമായ, നിങ്ങളുടെ ഫേസിന് സ്യൂട്ട് ആവുന്ന തരത്തിലുള്ള ഇത് നിങ്ങൾ തന്നെ ആദ്യം ഏതെങ്കിലും മേടിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്കത് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പം എന്തൊക്കെ പ്രോഡക്റ്റുകളാണ്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്ക് പ്രോഡക്റ്റുകൾ നോക്കാം. ഇപ്പം ഞാനിവിടെ നിൽക്കുകയായിരുന്നു, ഇനി ഒന്നിരുന്ന് സംസാരിക്കാം. ഇവിടെ ഇപ്പം ഈ റൂമിനകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് കഴുകാനും തൂത്തുവരാനും ചരന്തി വില അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മ ഇന്നലെ എല്ലാ സാധനങ്ങളും കൂടി അപ്പുറത്തെ റൂമിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്ത്, അപ്പോൾ ഇവിടെ ഒന്ന് കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചില്ല. ബാക്കി സംഭവങ്ങളൊക്കെയാണ്. ഇത് എൻ്റെ സിസ്റ്റമാണ്. ഞാൻ മേടിച്ച സിസ്റ്റമാണ്. ഞാൻ പണ്ട് വർക്ക് ചെയ്യുമായിരുന്നു, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം അന്ന് ഞാൻ മേടിച്ച സിസ്റ്റമാണ്. ഇപ്പം അത് യൂസ് ചെയ്യാതൊക്കെ ഇരുന്നപ്പോൾ എന്തോ കംപ്ലൈൻ്റ് ആയിപ്പോയി. ഇപ്പം അത് വർക്കിംഗ് അല്ല, ഫ്രീ ആയി കിടക്കുവാണ്. അല്ലെങ്കിൽ വേറെ സാധനങ്ങളൊന്നുമില്ല. പ്രോഡക്റ്റുകൾ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നിങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ഫേസ് വാഷ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്ത് ഫേസ് കഴുകാൻ മാക്സിമം ശ്രമിക്കാവുള്ളൂ.
ആരും ഒന്നും വിചാരിക്കരുത്. എനിക്ക് ചില സമയത്ത് ഇങ്ങനെയാണ് സംസാരിക്കും, കുറേ നേരം സംസാരിക്കും തൊണ്ട ഡ്രൈ ആവും, അങ്ങനെയുള്ളവരുണ്ടോ? പക്ഷെ എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഡാൻസ് ക്ലാസ്സിൻ്റെ വീഡിയോ എടുക്കാനാണ് നിന്നത്. പക്ഷേ നല്ല ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, ഒന്ന് കിടന്നുറങ്ങിയാൽ കൊള്ളാം എന്നുണ്ട്. അതുകൊണ്ടാണ് ഡാൻസ് ക്ലാസ്സിൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഫേസ് വാഷ്. ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് ഹിമാലയയുടേതാണ്. ഇവിടെ നിന്നാണ് ഹിമാലയയുടെ ടാൻ റിമൂവൽ ഓറഞ്ച് ഫേസ് വാഷാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ്ടൊക്കെ ഫിനിഷായി, തീർന്നതാണ്ട് ഇവിടെ വരെ ഉള്ളൂ. ഇതിനെ ഞാൻ ഞെക്കി കൊല്ലാനൊന്നുമില്ല. ഇതിനെ ഞെക്കി ഇതിൻ്റെ എല്ലാം സൗണ്ടൊക്കെ എടുക്കും. ഞെക്കി ഇതിന് ഒന്നുമില്ല, എല്ലാം പിഴിഞ്ഞെടുത്തു. ഇവനെ ഇടിച്ച് പിഴിഞ്ഞെടുത്തു. അപ്പം ടാൻ റിമൂവൽ ഓറഞ്ച് ഫേസ് വാഷാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓറഞ്ച് പീൽ, ഹണി ഒക്കെ ആഡ് ആയിട്ടുള്ള ഫേസ് വാഷാണ്. ഇതിന് മുന്നേ യൂസ് ചെയ്തതും സെയിം ഇതേ ഫേസ് വാഷ് തന്നെയായിരുന്നു. പക്ഷെ അത് ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്. ഇത് ഞാൻ ഷോപ്പിൽ പോയി മേടിച്ചതാണ്. ഇതിന് മുന്നേ മേടിച്ചത് ഇത് സെയിം ഇതല്ല, പക്ഷെ അതിലെന്തോ വേറെന്തോ ഒരു കണ്ടന്റും കൂടി ആഡ് ആവുന്നുണ്ട്. അത് എനിക്കൊന്ന് വൈറ്റമിൻ ഇ കണ്ട അതിനകത്ത് ഉണ്ട്. വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് അതിൻ്റെ നല്ലൊരു എഫക്റ്റ് കിട്ടും. ഇപ്പം ഈ ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നല്ലതായിട്ട് ക്ലീൻ ചെയ്യുക, കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട സാധനം ഇതാണ് എൻ്റെ ബോക്സ്, എൻ്റെ കിറ്റ്. ഞാൻ ഇതൊക്കെ ഇട്ട് വയ്ക്കുന്ന കിറ്റാണ്. അപ്പം ഇപ്പം വിത്തൗട്ട് മേക്കപ്പാണ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഫേസിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഫേസ് ഒന്ന് കഴുകിയിട്ടേ ഉള്ളൂ. അപ്പം ഇത്ര പ്രോഡക്റ്റുകൾ ആണ് വേണ്ടത്. അപ്പം അതിൽ ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചറൈസറാണ് ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കാണിച്ച ഫേസ് വാഷ് ആണെങ്കിലും അധികം റേറ്റ് വരുന്നതല്ല. ഞാൻ മേടിച്ചത് 95 രൂപയേ ഉള്ളൂ. മോയ്സ്ചറൈസർ വന്നിട്ടുള്ളത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പോൺസിൻ്റെ ആണ്. വൈറ്റമിൻ ഇ ആൻഡ് ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. വൈറ്റമിൻ ഇയുടെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിൽ കിട്ടും. റേറ്റ് വന്നിട്ട് ഇതും കുറഞ്ഞ റേറ്റിനുള്ളതാണ് 55 രൂപ. ഇതും നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്നത് തന്നെയാണ്. പോൺസിൻ്റെ ആണ്. നേരത്തെ കാണിച്ച ഫേസ് വാഷ് ഹിമാലയയുടേതായിരുന്നു. ഇനിയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് സൺസ്ക്രീൻ മസ്റ്റായിട്ടും നമ്മൾ യൂസ് ചെയ്തിരിക്കേണ്ട കാര്യമാണ്. സൺസ്ക്രീൻ വെറുതെ ഫേസിൽ വാരി അപ്ലൈ ചെയ്യാൻ പാടില്ല. ഫേസിൽ അപ്ലൈ ചെയ്തതിന് മുമ്പേ ഇതുപോലെ എന്തെങ്കിലും മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന ലാക്ടോ കലാമിൻ്റെ സൺസ്ക്രീനാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വിത്ത് ലെമൺ എക്സ്ട്രാക്റ്റിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ മേടിക്കുമ്പോൾ കറക്റ്റ് നോക്കി എടുക്കേണ്ടത്. സൺസ്ക്രീൻ ഏതെങ്കിലും മേടിച്ച് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. സൺസ്ക്രീൻ എപ്പോൾ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ SPF 50 മേടിക്കണം. SPF 50 ഇതിനകത്ത് കൊടുത്തിരിക്കും, അത് നോക്കി നിങ്ങൾ മേടിക്കാവൂ. കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് SPF എന്ന് പറഞ്ഞാൽ സൺ പ്രൊട്ടക്റ്റ് ഫാക്ടർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. SPFൻ്റെ സൂര്യപ്രകാശത്തിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന SPF 50 തന്നെ നോക്കിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് 6 മാസത്തിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് മാത്രമേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. 6 മാസത്തിന് താഴോട്ടുള്ള കുട്ടികൾക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓയിലി സ്കിൻ ടൈപ്പായിട്ടുള്ളവർക്കുള്ള ഇതാണ്. അപ്പം ഒട്ടുമിക്കുള്ളതിലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തേക്കും, ഈ പാക്കറ്റിൽ തന്നെ കൊടുത്തേക്കും. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മേടിക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്
പിന്നെ സൺസ്ക്രീം ലെമൺ എക്സ്ട്രാക്ട്സ് ആയിട്ടുള്ളതാണ്. SPF 50 ആണ്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്. പാരബൻ ഫ്രീ ആണ്. ഫോർ ഓയിലി സ്കിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. നല്ലതാണ്. സൺസ്ക്രീം ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ലിപ്പിൽ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ചെയ്യുന്നതാണ് ലിപ് ബാം. ഹെർബൽ ലിപ് ബാമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് സ്ട്രോബെറിയുടേതാണ്. കാലാവസ്ഥയിൽ ഉപയോഗിക്കേണ്ടത് കാണിച്ചു തരാം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ആദ്യം ഫേസിൽ നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഒന്ന് അപ്ലൈ ചെയ്തും കൂടെ കാണിച്ചു തരും. നമ്മളെപ്പോഴും നെക്കിലും നമ്മുടെ ചെവിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഫേസ്, നമ്മളിപ്പോൾ ഫേസിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫേസ് മാത്രം നല്ല ബ്രൈറ്റനിങ് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ ഗ്ലോ ആയി നിൽക്കും. നമ്മുടെ ചെവിയും നെക്കൊക്കെ കറുത്ത് വരളിച്ച് എന്ന് പറഞ്ഞാൽ രണ്ടും വ്യത്യാസമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് കഴുത്തിലും ചെവിയിലൊക്കെ ഇടണമെന്ന് പറയുന്നത്. ഇപ്പം കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഫേസിലും കയ്യിലും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ നമ്മൾ കയ്യിലും പുറത്തും എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്നവിടെ വെയിൽ എവിടെയൊക്കെ തട്ടുന്നു അവിടെയൊക്കെ ഇടുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. മേക്കപ്പ് ഇട്ടതുപോലെ തന്നെ ഒരു ഫീൽ കിട്ടും. ഞാൻ മിക്കുള്ളപ്പോഴും അങ്ങനെ മേക്കപ്പ് അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കാറില്ല. അല്ലെങ്കിൽ അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ ടൈം കിട്ടാത്ത സമയത്തൊക്കെ ഞാൻ അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ഇത് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇനി ബാക്കി ഇടുന്നതൊക്കെ നമ്മുടെ കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഇതെല്ലാം പ്രോഡക്റ്റുകളൊക്കെ ഒരുവിധം തീരാറായതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഇട്ട ഉടനെ വ്യത്യാസമല്ല, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ നല്ലൊരു വ്യത്യാസം മനസ്സിലാവും. നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യം നല്ലൊരു ഫേസ് വാഷ് നിങ്ങളുടെ ഫേസിന് മാച്ചാവുന്ന ടൈപ്പുള്ള ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് ക്ലീൻ ആക്കുക. അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ ഫേസിന് നല്ല രീതിക്ക് വ്യത്യാസം വരുന്ന നല്ല റിസൾട്ട് ഉണ്ടാക്കി തരുന്ന നമ്മുടെ സൺസ്ക്രീം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടേ സൺസ്ക്രീം അപ്ലൈ ചെയ്യാവുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് സൺസ്ക്രീൻ എടുത്ത് അപ്ലൈ ചെയ്തിട്ട് മുഖത്തൊക്കെ ഒരു ഭയങ്കര, എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് ഇത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത സൺസ്ക്രീൻ മാത്രം എടുത്ത് തേക്കണമെന്നുള്ള എന്തോ ഒരു ഭയങ്കര ചൂടിളകുന്ന പോലെ തോന്നിക്കും. ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം നല്ല റിസൾട്ട് വന്നു തുടങ്ങും. അപ്പോഴും പലരും ചിലപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവില്ലായിരിക്കും. നിങ്ങളെ കാണുന്നവർക്ക്, നമ്മൾ ഡെയിലി നമ്മുടെ ഫേസ് കാണുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ അല്ലാതെ നമ്മളെ കാണുന്നവർക്ക്, പുറമേ നിന്ന് കാണുന്നവർക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ഒരു ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫേസിൽ നല്ലൊരു ഗ്ലോയിങ് കിട്ടും, നല്ല വ്യത്യാസമായിരിക്കും. നല്ല ഒരു മേക്കപ്പ് ചെയ്തതുപോലെ തന്നെ ഒരു ഫീല് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അല്ലാതെ നമ്മൾ ഇതൊന്നും യൂസ് ചെയ്യാതെ പോകുന്നത്, നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് പോകുമ്പോഴുള്ളൊരു വ്യത്യാസം നിങ്ങൾ ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലെ നല്ലൊരു ടിപ്പുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റ, ബൈ ബൈ, സി യു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഇപ്പം തന്നെ ഓടി വന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.